കലാപാഹ്വാനവുമായി ക്ലിഫ് ഹൗസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയത് ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടം. കോൺഗ്രസ് പ്രവർത്തകയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് ശംഭു പാൽക്കുളങ്ങര, 12ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ശ്യാംലാൽ എന്നിവരാണ് അക്രമസമരത്തിന് നേതൃത്വം നൽകിയത്. നഗരത്തിലെ സ്ഥിരം അക്രമകാരിയും കേസിലെ ഒന്നാം പ്രതിയുമായ ശ്യാംലാൽ ഉൾപ്പെടെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർച്ചയായ ലൈംഗിക പീഡന വെളിപ്പെടുത്തലുകളിൽ മുഖം നഷ്ടപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ പിന്തുണച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ അക്രമസമരം. എന്നാൽ സമരത്തിന് നേതൃത്വം നൽകിയതാകട്ടെ കോൺഗ്രസ് പ്രവർത്തകയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച നേതാവും നഗരത്തിലെ സ്ഥിരം അക്രമകാരികളായ സംഘവും. 2022 യൂത്ത് കോൺഗ്രസ് തൃശൂരിൽ നടത്തിയ ചിന്തൻ ശിബിരിൽ വെച്ച് കോൺഗ്രസ് പ്രവർത്തകയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച നേതാവാണ് വിവേക് H. നായർ എന്ന ശംഭു പാൽക്കുളങ്ങര. ശംഭു പീഡിപ്പിച്ചതായി കാട്ടി ദളിത് നേതാവ് കൂടിയായ യുവതി പരാതി നൽകിയിട്ടും അത് പോലീസിന് കൈമാറാതെ നേതൃത്വം മുക്കുകയായിരുന്നു. തുടർന്ന് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി പുഷ്പലതയ്ക്ക് യുവതി പരാതി നൽകിയെങ്കിലും അതും ഗൗരവത്തിലെടുത്തില്ല. വിഷയത്തിൽ ശംഭു പാൽക്കുളങ്ങരയെ സസ്പെൻഡ് ചെയ്തെങ്കിലും അധികം വൈകാതെ തന്നെ തിരിച്ചെടുത്തു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ സന്തത സഹചാരിയായ ശംഭുവാണ് ക്ലിഫ് ഹൗസിന് മുന്നിൽ പോലീസുകാരെ തീപ്പന്തമെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിനും നേതൃത്വം നൽകിയത്. നഗരത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 12ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്യാംലാലാണ് അക്രമസമരത്തിന് നേതൃത്വം നൽകിയവരിൽ മറ്റൊരു പ്രധാനി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ചാൽ വാർത്ത നൽകിയ ചാനൽ അടിച്ചു തകർക്കുമെന്ന് ഇയാൾ ഭീഷണിയും മുഴക്കിയിരുന്നു. ക്ലിഫ് ഹൗസിന് മുന്നിൽ പോലീസുകാരെ തീപ്പന്തമെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ച കേസിലെ ഒന്നാം പ്രതിയാണ് ശ്യാംലാൽ. യൂത്ത് കോൺഗ്രസിന്റെ അക്രമത്തിൽ സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക് പൊള്ളലേറ്റിരുന്നു. ശ്യാംലാൽ ഉൾപ്പെടെ 4 പ്രതികളെ ഇന്നലെ രാത്രിയോടെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കി. സംഭവത്തിൽ കൂടുതൽ അറസ്റ്റ് ഉടനുണ്ടായേക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.